എൻ്റെ അമ്മയ്ക്കും കൂടെ ഒരു വിവാഹം നോക്കാമോ? നിമ്മിയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് നമ്മളൊന്ന് അന്താളിച്ചു. പിന്നെന്ത്, ഉറപ്പായും നോക്കാം. 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വിവാഹം നടത്തിക്കൊടുത്ത നിമ്മി എന്ന മിടുമിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ കഥ. സ്വന്തം അമ്മ തനിച്ചാകുമെന്ന് കരുതി അമ്മയ്ക്ക് വേണ്ടി മുൻകൈയെടുത്ത് ഒരു വിവാഹം നടത്താൻ തീരുമാനിച്ചിറങ്ങിയ ഒരു മിടുമിടുക്കിയുടെ കഥ. മാച്ച് മേക്കിംഗ് സ്റ്റോറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനീത്, മാച്ച് മേക്കിംഗ് കൺസൾട്ടൻ്റാണ്. കുറച്ചധികം നാളുകൾക്ക് മുമ്പ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ നിമ്മി എന്ന പെൺകുട്ടിയുടെ വിവാഹാലോചനയുമായി വന്നത് പെൺകുട്ടിയുടെ അമ്മയായിരുന്നു. അമ്മേനെ നമുക്ക് ലത എന്ന് വിളിക്കാം. ഈ ലതാ മേഡം നമ്മുടെ അടുത്ത് വരുമ്പോൾ ആൾ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ നിമ്മിയായിട്ടൊന്ന് സംസാരിക്കണം. എനിക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കൂ. നിങ്ങൾക്കാകുമ്പോൾ അറിയാമല്ലോ എന്താണ് കുട്ടി വിചാരിക്കുന്നതെന്ന്. ശരിയെന്ന് പറഞ്ഞു നിമ്മിയുമായിട്ട് നമ്മളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. നിമ്മി വന്നപ്പോൾ തന്നെ മനസ്സിലായി നിമ്മിയുടെ ഒരു പോസിറ്റീവ് വൈബ്. ആൾ ശരിക്കും ഒരു വൈബിൻ്റെ ആൾ തന്നെയാണ്. വളരെ വ്യക്തമായ കാഴ്ചപ്പാട് തന്നെ നിമ്മിയുടെ ലൈഫിനെ കുറിച്ച് ആൾക്കുണ്ട്. ആൾ ഒരു പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് 1, 2, 3 എന്ന രീതിയിൽ ആളുടെ എങ്ങനെയായിരിക്കണം, വരൻ എങ്ങനെ വേണം, എന്താണ് ആളുടെ രീതി എങ്ങനെ വേണം എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് എഴുതി തന്നു ആൾ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് പുള്ളിയുടെ കാലിബർ എന്നുള്ളത്. ആൾ നല്ലതായിട്ട് പഠിക്കും, സംഗീതത്തിൽ നല്ല വാസനയുണ്ട്. ആളൊരു സകല കലാ വല്ലഭ എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല ജനറൽ നോളജാണ്, ഒരുപാട് സുഹൃത്ത് വലയങ്ങളുണ്ട്, ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം നിമ്മിയെക്കുറിച്ച്. അമ്മ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, റിട്ടയർഡായി. ഭർത്താവ് ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു, വിദേശത്തായിരുന്നു. അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു, അറ്റാക്കായിരുന്നു, മരണപ്പെട്ടു. പിന്നെ അവർ ഒരു ഈ പെൺകുട്ടിക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. ആളുടെ പഠന കാര്യത്തെക്കുറിച്ചും ജോലിയുടെ കാര്യത്തെക്കുറിച്ചും എല്ലാം ചിന്തിച്ച് ആൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്ത് നിന്നു. അങ്ങനെ അമ്മയ്ക്ക് തോന്നി, ഒരു സമയം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നി ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. കാരണം ജിൽ എന്ന് പറഞ്ഞ് നടക്കുന്ന കുട്ടിയാണ്, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ആൾക്കൊരു വിവാഹം കഴിപ്പിക്കണം. അമ്മ മകളോട് സംസാരിച്ചു. മകൾ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. അങ്ങനെയാണ് അമ്മ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അമ്മയുടെ കഥയല്ല, നിമ്മിയുടെ കഥയാണ്. നിമ്മി അമ്മയ്ക്ക് വേണ്ടിയിട്ട് വിവാഹം ആലോചിക്കുന്ന ഒരു പാത്തിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം നിമ്മിയായിട്ട് നമ്മൾ സംസാരിച്ചു, നിമ്മിയുടെ കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ നിമ്മിക്ക് വേണ്ടിയിട്ട് പ്രൊപ്പോസൽ എടുത്തു തുടങ്ങി. അപ്പം ആളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ പ്രൊപ്പോസൽ കൊടുക്കുമ്പോഴും ആളുടെ റിക്വയർമെൻറ്റ്സിൽ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ആൾ പല കാര്യങ്ങളും ഉറച്ചു നിൽക്കുന്നുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം ആളെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെല്ലാം പറ്റുന്ന ഒരു ചെറുക്കനെ കണ്ടെത്തി. പക്ഷേ ആളിവിടെയല്ല, കാനഡയിലാണ്, കാനഡയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചു, ചെറുക്കനുമായിട്ട് സംസാരിച്ചു. ചെറുക്കൻ പറഞ്ഞു നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ, ആൾ നാട്ടിൽ വരുന്ന സമയത്ത് നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആൾ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം നാട്ടിൽ വന്നു. ഇവർക്ക് നമ്മളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിമ്മി പറഞ്ഞ് ഇത്രയാണ്: എനിക്ക് പുറത്ത് വെച്ച് ആളുമായിട്ടൊന്ന് സംസാരിക്കണം. അപ്പം ഓക്കെ, നമ്മൾ എഗ്രി ചെയ്തു. അമ്മ പറഞ്ഞു അവളുടെ കാര്യം അങ്ങനെ തന്നെയാണ്, അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് എന്ത് കാര്യങ്ങളും അവൾ ചെയ്യുള്ളൂ. അലോ ചെയ്തു. നമ്മളൊരു കോഫി ഡേറ്റിങ്ങിന് അറേഞ്ച് ചെയ്തു. ആൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി, രണ്ടുപേരും എത്തി, സംസാരിച്ചു. 1-2 സിറ്റിങ്ങിന് ശേഷം അവർ തന്നെ സംസാരിച്ചു, അവർ തന്നെ ടൈം തീരുമാനിച്ചു. 2-3 സിറ്റിങ്ങിന് ശേഷം അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ അവരുടെ വിവാഹം നടന്നു. വളരെ ഗംഭീരമായിട്ടായിരുന്നു നടന്നിരുന്നത്. ഗ്രാൻഡ് പാർട്ടിയായിരുന്നു. നമ്മളെല്ലാവരും പങ്കെടുത്തു, ഓഫീസിൽ നിന്ന് എല്ലാവരും പങ്കെടുത്തു. വളരെ സന്തോഷമായി, അമ്മയ്ക്കും വളരെ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞുപോയി. കുറേ നാളുകൾ എന്ന് പറഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞുപോയി. ഈ ചെറുക്കൻ തിരിച്ച് കാനഡയ്ക്ക് പോയി. ആൾക്കും, അതായത് നിമ്മിക്കും കാനഡയ്ക്ക് തന്നെ പോകാൻ, MNCയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ട് തന്നെ കാനഡയ്ക്ക് പോകാൻ നല്ലൊരു ഓപ്ഷനും വന്നു. അപ്പം അങ്ങനെയാണ് നിമ്മിക്ക് തോന്നിയത് അമ്മേനെ എങ്ങനെ ഒറ്റയ്ക്കിട്ടിട്ട് പോകും എന്ന്. അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ആസ്മ പോലുള്ള എന്തൊക്കെയോ കുറേ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കാനഡയ്ക്ക് പോകാനായിട്ട് ഒരു താല്പര്യമില്ല. അമ്മയ്ക്ക് സ്വന്തം നാട്, സ്വന്തം വീട്ടുകാർ, അല്ലെങ്കിൽ സ്വന്തം റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ അതിന് അമ്മയ്ക്ക് അങ്ങോട്ട് പോകാനേ താല്പര്യമില്ല.
അപ്പോഴാണ് നിമ്മിക്ക് നല്ലൊരു ആശയം തോന്നിയത്. അമ്മയുടെ വിവാഹം നടത്തിയാൽ എന്തായിരിക്കും? ഭർത്താവിനോട് സംസാരിച്ചു. ഭർത്താവ് പറഞ്ഞു ഓക്കെ, അമ്മയ്ക്ക് അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് നടത്താം. അമ്മയോട് നിമ്മി സംസാരിച്ചു. അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, ശരിയാണ്, തന്നെ ഇവിടെ ഇട്ടിട്ട് പോയാൽ, അല്ലെങ്കിൽ തന്നെ ഒരു ഏകാന്തതയിലേക്ക് പോകുന്ന അമ്മയ്ക്കും തോന്നി. ശരി, ഒരു കൂട്ടാകാമെന്ന് അവർ കരുതി. അങ്ങനെയാണ് ഈ നിമ്മി വിളിച്ച് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ അമ്മയ്ക്കും കൂടി ഒരു വിവാഹം നോക്കുമെന്ന് ചോദിച്ചത്. അപ്പോൾ ഇത് സംസാരിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ഒരാളുണ്ടായിരുന്നു. അതായത് വോളണ്ടറി റിട്ടയർഡ് എടുത്ത ഒരു ആൾക്ക് ഭാര്യ മരിച്ചുപോയി. ഭാര്യ മരിച്ചിട്ട് 15-16 കൊല്ലമായി. ഭാര്യ മരിച്ചുപോയി. ജോലി തിരക്കുകൾ കാരണം പിന്നീട് അദ്ദേഹം മറ്റൊരു ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. യാത്രേനെ വളരെയധികം പ്രണയിച്ചു. അതുകൊണ്ട് തന്നെ ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഫുള്ള് യാത്രകളാണ്. അപ്പം നമ്മൾ ഇദ്ദേഹത്തിന് കണക്ട് ചെയ്ത സമയത്ത് കോളിലൊന്നും കണക്റ്റ് ആയില്ല. നമ്മളൊരു മെയിൽ അയച്ചു ആൾക്ക്. ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് റിപ്ലൈ വന്നു. ഒരു ഗൂഗിൾ മീറ്റിലിരിക്കാം, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഒരു ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കും ആൾ തന്നു. നമ്മളതിൽ കയറി കറക്റ്റ് ടൈമിൽ അറ്റൻഡ് ചെയ്തു. ആളുമായിട്ട് സംസാരിച്ചപ്പോൾ വളരെ വിചിത്രം എന്ന് പറയട്ടെ, ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ വിവാഹം നോക്കുന്ന ആളുടെ മക്കൾ ഇതിലെല്ലാം ഓക്കെയാണോ? നമ്മൾ പറഞ്ഞു മക്കളാണിത് നോക്കിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എനിക്ക് മകളുമായിട്ടൊന്ന് സംസാരിക്കണം. നമ്മൾ പറഞ്ഞു പിന്നെന്താ, നടക്കാം, ഉറപ്പായിട്ടും സംസാരിക്കാം. അങ്ങനെ നമ്മൾ ആളുടെ സ്കൈപ്പ് ID വാങ്ങിച്ചു. സ്കൈപ്പ് നിമ്മിക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആൾ പറഞ്ഞു ഞാനൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച എടുത്ത് കാണും. നിമ്മിയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും വന്നില്ല. നമ്മളിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്തു. അപ്പോൾ നിമ്മി പറഞ്ഞു പറയാം, വെയിറ്റ് ചെയ്യൂ. അമ്മ പ്രത്യേകിച്ച് ഒരു റെസ്പോൺസില്ല. എൻ്റെ പൊന്നു സാറ്, നമുക്കറിയാൻ മേല, അവൾ ചിന്തിക്കുന്നു, അവൾ പ്രവർത്തിക്കുന്നു. നിമ്മിയുടെ ഒരു പാത്തെന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. അത് നമുക്കൊന്നും മനസ്സിലാകില്ല. ആളൊരു ഇങ്ങനെ പറന്ന് നടക്കുന്നൊരു സ്വഭാവമാണ്. ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം നിമ്മി വിളിച്ചു. എനിക്ക് ചാച്ചാന്ന് വിളിക്കാൻ പറ്റിയ ഒരാളാണ് പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമായി. ഓഫീസിൽ നിമ്മി വന്നു, നമുക്കിത് പ്രൊസീഡ് ചെയ്യണം. അവർ തമ്മിൽ ഡയറക്റ്റ് മീറ്റ് ചെയ്തു. കാരണം ആൾ യാത്ര മതിയാക്കി തിരിച്ചു വന്നു. നിമ്മിയായിട്ട് മീറ്റ് ചെയ്തു. 2-3 പ്രാവശ്യം അവർ കണ്ട് സംസാരിച്ചു. നിമ്മിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഇദ്ദേഹം ഇങ്ങനെ ഒരാൾ അമ്മയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഒരിക്കലും ഒറ്റയ്ക്കാകില്ല എന്ന് അവർക്ക് തോന്നി. കാരണം യാത്രകൾ ഒരുപാട് നടത്തുന്ന ആളാണ്. ലോക വിവരം നല്ല രീതിയിലുണ്ട്. ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് മക്കളാരും ഇല്ലാത്തതിനാൽ ഇവർക്ക് വേറെ എതിർപ്പുകളോ ഒന്നുമില്ല. ഇദ്ദേഹത്തിനും കുറേ ഫ്രണ്ട് സർക്കിളുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ട്. അങ്ങനെ വളരെ ഗംഭീരമായൊരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് തന്നെ നമ്മൾ നടത്തി. അത് കുറേ ആൾക്കാരോട് അതിന് നന്ദി പറയാനുണ്ട്. ഇത് പ്ലാൻ അറേഞ്ച് ചെയ്ത് തന്ന ആൾക്കാരുടെ അടുത്ത്, ഇതിനെല്ലാം സഹകരിച്ച പല നമ്മുടെ ടീം അംഗങ്ങളുണ്ട്, നമ്മുടെ ക്യാമറമാന്മാരുണ്ട്. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട്, കാരണം ഇതിൻ്റെ എല്ലാം മെയിൻ എന്ന് പറയുന്നത് നിമ്മിയാണ്. ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം നിമ്മിയാണ്. നിമ്മി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടീനെ കണ്ടു പഠിക്കണം പല വീട്ടിലെ അമ്മമാരും അല്ലെങ്കിൽ കുട്ടികളും. കാരണം നാണക്കേട് കാരണം അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ വിവാഹം വീണ്ടും നടത്താൻ വിമുഖത കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മകളുടെ കഥ പറയുന്ന ഒരു സെഷൻ ഉണ്ട് അടുത്തത്. അത് ഇപ്പം ഞാനത് പറയുന്നില്ല. എങ്കിലും ഈ നിമ്മീനെ പോലെ ആകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഒരിക്കലും ഭർത്താവ് മരിച്ചു, ഒരു ഭാര്യ മരിച്ചു എന്ന് കരുതി അവരുടെ കുട്ടികളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇവർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. നിമ്മിയാണ് ഇവിടെ മാതൃക. നിമ്മിയുടെ മാതൃക എന്ന ഈ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.